സോ ഹേ ഗൈസ്, സാംസങ് ഗാലക്സി S23 ജൂലൈൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്ഡേറ്റിൻ്റെ സൈസ് 441.65 MB. അപ്പോൾ ഞാൻ വന്നോടെ തന്നെ ഗീക്ക് ബെഞ്ച് സ്കോറും പിന്നെ CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റും പിന്നെ വൈൽഡ് ലൈഫ് സ്ട്രെസ് ടെസ്റ്റൊക്കെ നടത്തി നോക്കിയിരുന്നു. അപ്പോൾ അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ കാണാൻ കിട്ടിയിട്ടുണ്ട്, പിന്നെ എന്താണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയാം. ആദ്യം നമുക്ക് ഗീക്ക് ബെഞ്ചിൽ തുടങ്ങാം. ഗീക്ക് ബെഞ്ചിൽ നോക്കുകയെന്ന് വെച്ചാൽ ഇവിടെ സിംഗിൾ കോർ സ്കോർ 1916 ആയിരുന്നു. പിന്നെ 5286 ആണ് മൾട്ടി കോർ സ്കോർ. ഇതൊക്കെ ഞാൻ അപ്ഡേറ്റിൻ്റെ മുമ്പ് എടുത്തതാണ്. പിന്നെ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം സിംഗിൾ കോർ സ്കോർ 1772 ആൻഡ് മൾട്ടി കോർ സ്കോർ 5193. ഇപ്പോൾ സ്കോർ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം. ഇപ്പോൾ CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റിനെ പറ്റി നോക്കാമെന്ന് വെച്ചാൽ അപ്ഡേറ്റ് ചെയ്യേണ്ട മുമ്പേ CPU ത്രോട്ടിൽ ടു 82% ഓഫ് ഇറ്റ്സ് മാക്സ് പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. പിന്നെ മാക്സിമം സ്കോറും ആവറേജ് സ്കോറും മിനിമം സ്കോറും നമുക്ക് കാണാൻ പറ്റും. അതേമാതിരി അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ CPU ത്രോട്ടിൽ ടു 85% ഓഫ് ഇറ്റ്സ് മാക്സ് പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് പെർഫോമൻസിൽ ഡിപ്പ് വന്നിട്ടുണ്ട്. എന്നാലും ഇവിടെ ത്രോട്ട്ലിംഗ് ഇഷ്യൂ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ അടുത്ത വൈൽഡ് ലൈഫ് എക്സ്ട്രീം സ്ട്രെസ് ടെസ്റ്റിനെ പറ്റി നോക്കാന്ന് വെച്ചാൽ ബെസ്റ്റ് ലൂപ്പ് സ്കോർ 3843. ബെസ്റ്റ് ലൂപ്പ് സ്കോർ പറയുകയെന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ ഫുൾ പെർഫോമൻസിൽ എത്ര സ്കോറാണ് തരുന്നതെന്ന്. അതേമാതിരി ലോവസ്റ്റ് ലൂപ്പ് സ്കോർ പറയുകയെന്ന് വെച്ചാൽ ഫോൺ ചൂടായിട്ട് ചെറുതായിട്ട് സ്ട്രെസ്സൊക്കെ വരുമ്പോൾ എത്ര സ്കോറാണ് അതാണ് ഇവിടെ കാണിക്കുന്നത്, 2622. സ്റ്റെബിലിറ്റി പറയുകയെന്ന് വെച്ചാൽ 68.2% ആണ് കാണിക്കുന്നത്. 68.2 പറയുകയെന്ന് വെച്ചാൽ അത്ര നല്ല സ്കോറും അല്ല അത്ര മോശമായ സ്കോറും അല്ല, അത്യാവശ്യം ഡീസൻ്റായ സ്കോറാണെന്ന് പറയാം. അതേമാതിരി ഇവിടെ നോക്കുകയെന്ന് വെച്ചാൽ ബാറ്ററി പെർസെൻറ്റേജ് 82% ആയിരുന്നു ഈ വൈൽഡ് ലൈഫ് സ്ട്രെസ് നടത്തുമ്പോൾ. സ്റ്റാർട്ടിങ്ങിൽ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഇവിടെ 68% ആണ് കാണിക്കുന്നത്. അത് നോർമലാണ്, ഭയങ്കരമായിട്ട് പുഷ് ചെയ്യാനുള്ള ഫോണിന്, അപ്പോൾ അത്ര ബാറ്ററി ലൈഫ് കുറയും, അത് നോർമലാണ്. പിന്നെ ടെമ്പറേച്ചർ നോക്കുകയെന്ന് വെച്ചാൽ 31 ഡിഗ്രി ആയിരുന്നു ടെസ്റ്റ് തുടങ്ങിയപ്പോൾ. ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ 46 ഡിഗ്രിയാണ് കാണിക്കുന്നത്. പിന്നെ ഫ്രെയിം റേറ്റ് 11 FPS ടു 28 FPS. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സ്കോർ കാണിക്കുന്നത്. അപ്പോൾ വൈൽഡ് ലൈഫ് സ്ട്രെസ് ടെസ്റ്റിൽ പറ്റി നോക്കുകയെന്ന് വെച്ചാൽ സ്റ്റെബിലിറ്റി 68.2% ആണ് കിട്ടുന്നത്. മീൻസ് അത്യാവശ്യം ഡീസൻ്റ് ആണ്. തുടങ്ങുമ്പോൾ നല്ല പെർഫോമൻസ് കിട്ടും, പക്ഷേ കുറച്ചധികം നേരം നമ്മൾ ഗെയിംസ് കളിക്കില്ലേ, ഗെയിംസ് കളിക്കുമ്പോൾ ചെറുതായിട്ട് ഹീറ്റ് ആകുമ്പോൾ ത്രോട്ടിൽ ചെയ്യാൻ തുടങ്ങുന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത് വൈൽഡ് ലൈഫ് എക്സ്ട്രീം സ്ട്രെസ് ടെസ്റ്റിൽ. ഗ്രീൻ ലൈൻ ഇഷ്യൂസിനെ പറ്റി പറയാന്ന് വെച്ചാൽ ഇവിടെ ജൂണിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിൽ കുറേ S23 യൂസേഴ്സിന് ഗ്രീൻ ലൈന്, പിങ്ക് ലൈന്, വൈറ്റ് ലൈനിൻ്റെ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ഈ ജൂലൈൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിൽ ഇതുവരെ എനിക്കൊരു കുഴപ്പം തോന്നിയിട്ടില്ല. നീ ഒരാഴ്ച കഴിഞ്ഞാൽ അറിയാം ഇതിൽ ഗ്രീൻ ലൈൻ വരുമോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ അവർക്ക് അപ്ഡേറ്റ് ചെയ്ത ഉടനെ വരാറില്ല, ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടാവും വരിക. അപ്പോൾ നമ്മുടെ ലക്കിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എന്തായാലും എൻ്റെ ഫോണിൽ ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കട്ടെ, 2 ആഴ്ച കഴിഞ്ഞിട്ട് നോക്കട്ടെ ഗ്രീൻ ലൈൻ വല്ലതും വീഴുന്നുണ്ടോയെന്ന്. ക്യാമറ ക്വാളിറ്റീനെ പറ്റി പറയാന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ അപ്ഡേറ്റ് പറഞ്ഞിരുന്നു ഇതിൽ 3x സൂം ഫോട്ടോസ് എടുക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷൻസിൽ ഗ്രെയിനി ഇമേജസ് ആണ് വരുന്നതെന്ന്. മീൻസ് ഔട്ട്ഡോർ ലൈറ്റിംഗ് കണ്ടീഷൻസിലൊന്നും ആ പ്രശ്നമില്ല, പക്ഷേ ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷൻസിലാണ് ഈ പ്രശ്നം വരുന്നത്. അത് ഇതുവരെ സോൾവ് ആയിട്ടില്ല, ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. പിന്നെ ക്യാമറയിൽ വേറെ വലിയ വ്യത്യാസമൊന്നും എനിക്ക് കാണാൻ കിട്ടിയിട്ടില്ല. അടുത്തിപ്പോൾ ഞാൻ സാംസങ്ങിൻ്റെ ഷോറൂമിൽ പോയപ്പോൾ അവിടെ S25 ഇരിക്കുന്ന കണ്ടു. S25ൻ്റെ ക്യാമറയും എൻ്റെ S23 വെച്ചിട്ട് ഞാൻ ഒന്ന് ക്യാമറ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ S25 കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് തോന്നുന്നുണ്ട്. പക്ഷേ കാര്യമില്ലല്ലോ, S22, S23, S24, S25 ഈ 4 ജനറേഷനിലും ഒരേ ക്യാമറ സെൻസർ വെച്ചിട്ടാണ് സാംസങ് ഇറക്കിയിരിക്കുന്നത്. S25 ചെറുതായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ 8 ലൈറ്റ് ചിപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ISP ആണ് കിട്ടുന്നത്, അതുകൊണ്ടാണ് കുറച്ചുകൂടി ബെറ്റർ ഇമേജസ് കിട്ടുന്നത്. ഇപ്പോൾ പെർഫോമൻസിനെ പറ്റി പറയാന്ന് വെച്ചാൽ എനിക്ക് വലിയ സ്ലോ ഡൗൺ ഒന്നും തോന്നിയിട്ടില്ല ഇതുവരെ. എന്തായാലും ഇതിൻ്റെ ലോങ് ടേം റിവ്യൂ ഉണ്ടാവുമല്ലോ, അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ക്യാമറ റിവ്യൂവും പിന്നെ പെർഫോമൻസും പിന്നെ ബാറ്ററി ലൈഫിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പറയണതായിരിക്കും. പിന്നെ S25 ഈ ബിഗ് ബില്യൺ ഡേയ്സിൽ നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെന്ന് വെച്ചാൽ അത്ര വാല്യൂ ഫോർ മണി ആയിരിക്കില്ല. ബിക്കോസ് ഓൾറെഡി S23 ഒരു പവർഫുൾ ഡിവൈസാണ്, 8 Gen 2 പ്രോസസ്സറാണ് ഇതിലുള്ളത്. പിന്നെ ക്യാമറ സെൻസർ ഒന്നും മാറിയിട്ടില്ല, ISPയുടെ വ്യത്യാസം കാരണം ചെറുതായിട്ടൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ ബാറ്ററി ലൈഫിലും ചെറുതായിട്ടൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും, ബിക്കോസ് പുതിയ ഫോണല്ലേ. എന്തായാലും നിങ്ങളുടെ അടുത്തുള്ള ഫോൺ നന്നായിട്ട് യൂസ് ചെയ്തിട്ട് ബാറ്ററിയുടെ ഹെൽത്തോ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. അത് S25 സിലിക്കൺ കാർബൺ ബാറ്ററി
പിന്നെ ചൈനീസ് ഫോൺസിലൊക്കെ ഒരു 6000 mAh 7000 mAh ബാറ്ററി കൊടുക്കണില്ല, അല്ലെങ്കിൽ 5500 mAh ബാറ്ററി കൊടുത്താലെങ്കിലും ഞാൻ പറഞ്ഞിരുന്നു S25 അപ്ഗ്രേഡ് ആവാമെന്ന്. പക്ഷേ ഇതിലും ഇപ്പോഴും പഴയ ബാറ്ററിയുടെ ടെക്നോളജി തന്നെയാണ് S25 യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാറ്ററി ലൈഫ് എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല, എന്തായാലും ഇതിൻ്റെ ലോങ് ടേം റിവ്യൂ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ ഞാൻ പറയാം ഇതിൻ്റെ ബാറ്ററി ലൈഫ് എങ്ങനെയുണ്ട്, പെർഫോമൻസ് എങ്ങനെയുണ്ട്, ക്യാമറ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഈ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം, ട്വിറ്റർ അങ്ങനത്തെ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ബാക്ക് ഒന്ന് വാം ആവുന്നുണ്ട്. അതും ഞാൻ വൈഫൈയിലാണ് യൂസ് ചെയ്യുന്നത്. മൊബൈൽ ഡാറ്റ വെച്ച് യൂസ് ചെയ്യാന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ആലോചിക്കാം, പക്ഷേ വൈഫൈയിൽ വെച്ച് യൂസ് ചെയ്തിട്ട് ഈ മഴക്കാലത്ത് ചെറുതായിട്ട് വാം ആവുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തായാലും ലോങ് ടേം റിവ്യൂവിൽ പറയാം വാം ആവുന്നുണ്ടോ, ഓവർ ഹീറ്റിംഗ് വല്ലതും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണതായിരിക്കും. അപ്പോൾ ഇതായിരുന്നു ചെറിയൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്